ഡിയേഴ്സ് ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് ഉള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പൊ മേന്മ സ്റ്റോറിന് നമ്മൾ എടുത്തില്ലേ. ഇനി എന്താണ് ഹൗ മെനി എത്രയാണ്. അപ്പൊ അച്ഛന് എന്താണ് ഇവിടെ ഭയങ്കര ഹെവി വെയിറ്റ് ആന്ന് പറഞ്ഞപ്പോ എന്താക്കി അച്ഛൻ പറഞ്ഞ എന്താണ് നമുക്ക് കുറച്ച് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റാന്ന് പറഞ്ഞില്ലേ. അച്ഛൻ്റെ കയ്യിലേക്ക് എടുത്തിട്ട് അപ്പൊ നിനക്ക് വെയിറ്റ് കുറയുന്നു പറഞ്ഞില്ലേ. അങ്ങനെ ആകുമ്പോ ഈ 1000 ആയിരുന്നല്ലോ ഉള്ളത് അല്ലേ. ആ 1000 എങ്ങനെയൊക്കെ ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 300ഉം 700 അല്ലേ. അവളെ 300ഉം അച്ഛൻ്റെ 700ഉം അല്ലേ. പിന്നെ മിൻഹന്റെ 100 ആണെങ്കിൽ അച്ഛൻ്റെ എത്രയായിരിക്കും. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്. കൈ മടക്കി പിടിക്കുക. എന്നിട്ട് എന്താക്കുക ഓരോ വിരല് ഞാൻ പറയുമ്പോൾ പൊന്തിക്കുക കേട്ടോ. 200 എന്ന് പറയുമ്പോൾ വിരല് പൊന്തിക്കുക. 300 100 എല്ലാവരുടെ ബാക്കി മുതൽ 1000 വരെ ഉണ്ട്. അപ്പൊ 200 പിന്നെ വിരല് പൊന്തിക്കുക. അടുത്ത് 300 400 500 600 700 800 900 1000 അല്ലേ. അപ്പൊ എത്ര വിരല് പൊന്തിച്ച് നിങ്ങൾ 9 അല്ലേ. അപ്പൊ 900 അല്ലേ. 900 ആണ് ഇവിടെ വരേണ്ടത് കേട്ടോ. ഓക്കെ 900 അല്ലേ. ഇനി ഏതൊക്കെ വിധത്തിൽ ഒരു ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവളെ എന്താണ് 200 വെച്ചിട്ടുണ്ടെങ്കിൽ 200 ആണെങ്കിൽ അച്ഛൻ്റെ എത്ര ഉണ്ടായിരിക്കും. കൈ മടക്കി പിടിക്കുക. എന്നിട്ട് എണ്ണ എത്രയാണ് കൈ മടക്കി പിടിക്കുക. ഓരോ വിരലും പറയുമ്പോൾ എണ്ണ കേട്ടോ. 300 ഒരു വിരൽ പൊക്കുക. 400 മറ്റേ വിരൽ പൊക്കുക. 500 600 700 800 900 1000 അല്ലേ. അപ്പൊ എത്രയായി 8 അല്ലേ. 8 വിരലല്ലേ നമ്മൾ പൊന്തിച്ച്. അപ്പൊ 800 അവിടെ കൊടുക്കുക കേട്ടോ. അപ്പൊ 800 അല്ലേ. ഓക്കെ. ഇനി അവളെ നമ്മൾ കൊടുക്കുന്നത് എന്താ 300 ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി 400 ആണ് കൊടുക്കുന്നതെങ്കിൽ 400 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അച്ഛൻ്റെ എത്ര ഉണ്ടായിരിക്കും. കൈ മടക്കുക. എല്ലാ വിരലും മടക്കുക. ഇനി ഓരോ വിരലും എന്താണ് പൊന്തിക്കുക കേട്ടോ. ഞാൻ പറയുമ്പോൾ 400 അല്ലേ നമ്മളിപ്പോൾ വളയിൽ. ഇനി 500 മുതൽ എത്ര 1000 വരെ ഇടുക. അപ്പോൾ 500 600 700 800 900 1000 അല്ലേ. അപ്പൊ എത്ര വിരൽ പൊന്തിച്ചു 6. അപ്പൊ 600 അല്ലേ. അപ്പൊ നമ്മളിവിടെ എന്താക്കുക 600 എന്ന് പറയുമ്പോൾ 6 ഇട്ടിട്ട് 2 0 ഇടുക അല്ലേ. ഓക്കെ മനസ്സിലായില്ല. അപ്പോൾ 400 600 ആക്കിയിട്ട് 1000 ആയി അല്ലേ. ഓക്കെ അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. എന്താണ് നന്മ സ്റ്റോറാണ് കേട്ടോ. നന്മ സ്റ്റോറിൽ പറയുന്നത് എന്താണ്. ദേ ഗേവ് 800 പെൻസിൽ ടു നന്മ സ്റ്റോർ ഇൻ 2 ബാഗ്സ്. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്. എന്താണ് അവർ 800 പെൻസിലാണ് നന്മ സ്റ്റോറിൽ കൊടുത്ത് 2 ബാഗിലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിൽ എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കുന്നു. ബാഗ് 1 400 ബാഗ് 2 400 അപ്പോൾ 800 ആയി അല്ലേ. ഇനി ബാഗ് 1 100 ആണെങ്കിൽ ബാഗ് 2 എത്ര ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കൈ മടക്കി പിടിച്ച എന്നിട്ട് എന്നെ 100 കഴിഞ്ഞിട്ടുള്ള നമ്പർ മുതൽ 800 വരെ കേട്ടോ. 800 അല്ല നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ 800 വരെ ഉണ്ട്. അപ്പോൾ 100 200 വിരൽ ബുക്ക് 300 400 500 600 700 800 അല്ലേ. അപ്പോൾ 7 വിരലല്ലേ നമ്മൾ പൊന്തിച്ച്. അപ്പോൾ 700 അവിടെ എഴുതുക കേട്ടോ. അപ്പോൾ 700 ആണ് മറ്റേ ബാഗിൽ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ 100ഉം 700ഉം കൂടി കൂട്ടിയാൽ 800. ദെൻ അടുത്ത നമുക്ക് എന്താക്കാം 200 കൊടുക്കാം. 200 ആണ് ഒരു ബാഗിലുള്ളതെങ്കിൽ മറ്റേ ബാഗിൽ എത്ര ഉണ്ടായിരിക്കും. വിരൽ കൈ മടക്കി പിടിച്ചിട്ട് വിരൽ പൊന്തിച്ച് 300 400 500 600 700 800. ഇപ്പൊ എത്ര വിരൽ പൊക്കി നമ്മള് 6 അല്ലേ. അപ്പൊ 600 എഴുതുക കേട്ടോ അവിടെ 600. അപ്പൊ 200 600 ആണ് എന്ത് 800 വരിക. ഇനി നമുക്ക് 300 കൊടുത്താൽ അവിടെ 300 കൊടുക്കുക. 300 കൊടുത്താൽ മറ്റേ ബാഗിൽ എത്ര ഉണ്ടായിരിക്കും. എങ്ങനെയാണ് എന്താ കൈ മടക്കി പിടിക്കുക. 300 കഴിഞ്ഞിട്ടുള്ള നമ്പർ മുതൽ 800 വരെ അല്ലേ. അപ്പോൾ 400 500 600 700 800 അല്ലേ. അപ്പോൾ എത്ര 5 വിരലാണ് പൊതിച്ചത്. അപ്പോൾ നമുക്ക് 500 കിട്ടി. മനസ്സിലായല്ലോ. അപ്പോൾ 300ഉം 500ഉം കൂടി കൂട്ടിയാൽ 800 ആവും കേട്ടോ. ദെൻ അടുത്ത എന്താന്ന് നോക്കിയേ. എന്താണ് ഇവിടെ പറയുന്നത്. സ്പ്ലിറ്റ് ഇൻറ്റു ഹൺഡ്രഡ്സിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 700 നമ്മൾ എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യും പറഞ്ഞേ. 700 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ 700 സ്പ്ലിറ്റ് ചെയ്യും. 300 + 400 700 അല്ലേ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്താക്കാം 700 കിട്ടണമെങ്കിൽ 100 + 600 കൊടുത്തൂടെ. 100 + 600 അല്ലേ. അപ്പോൾ 100ഉം 600 എത്രയാണ് 700. പിന്നെ വേറെ എന്തൊക്കെ കൊടുക്കുക നമുക്ക് 200 + 500 അല്ലേ. 200 + 500 എന്താണ് 700 ആണ് അല്ലേ. ഓക്കെ. ദെൻ അടുത്ത 900 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. 100 + 800 അല്ലേ. 800 എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 + 800. അപ്പോൾ എത്രയാണ് 900 അല്ലേ. പിന്നെയാണ് 200 + 700 അല്ലേ. 200നോട് 700 കൂട്ടിയ എത്രയാണ് 900 അല്ലേ. ഓക്കെ. ഇനി 300നോട് എന്താണ് എത്ര കൂട്ടേണ്ടത്. 300 എത്ര കൂട്ടിയാൽ അത് 100 കിട്ടുക.
കൈ മടക്കി പിടിച്ചിട്ട് എണ്ണിയൊക്കെ 300 മുതൽ 900 വരെ 400 500 600 700 800 900 അല്ലേ 600 അല്ലേ. അപ്പോൾ 600 വരലല്ലേ നമ്മൾ നോക്കിയത്. അപ്പോൾ 600. ഇനി നമുക്ക് എന്താ ഇതിനോട് കൂട്ടുക 400നോട് എന്ത് കൂട്ടിയാലാണ് 900 കിട്ടുക 500 അല്ലേ. അവിടെ ഇതാ. അപ്പോൾ 400 + 500. ഓക്കെ. ദെൻ ഇനി അടുത്ത ഏതാണ് നോക്കൂ. ഏതാണ് അടുത്തത്? ഇനി നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? 600 ആണ് അല്ലേ. 600നെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം? 100 + 500 അല്ലേ. 100ഉം 500ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 600 കിട്ടും അല്ലേ. പിന്നെയോ 200 + 400 അല്ലേ. അപ്പോൾ എത്ര കിട്ടി? 600 കിട്ടി അല്ലേ. ഇനിയോ 300 + 300 അല്ലേ. 300ഉം 300ഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടി? 600 കിട്ടി അല്ലേ. ഓക്കെ. ദെൻ ഇനി ഈക്വൽ സ്പ്ലിറ്റ്. ഓക്കെ. 100 + 100 എത്രയാ? 200 അല്ലേ. 100 + 100 200 ആണ്. പിന്നെ 500നെ എങ്ങനെ നമുക്ക് ഈക്വലി സ്പ്ലിറ്റ് ചെയ്യാം? 250 അല്ലേ. 250 അല്ലേ. അപ്പോൾ 215 + 250 അല്ലേ. അപ്പോൾ അതാണ് എന്ത്? 500 അല്ലേ. ഈക്വൽ സ്പ്ലിറ്റ് ഒരുപോലുള്ള നമ്പറാണ്. 300 + 300 എത്രയാണ്? അത് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. 600 അല്ലേ. 300 + 300 600 അല്ലേ. ഇനി 700നെ ഈക്വൽ ആയിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 350 + 350 അല്ലേ. അപ്പോൾ എന്തായി? 700 ആയി അല്ലേ. ഇനി 900നെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? 450 + 450. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എന്താക്കുക? ഇതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ മിസ്റ്റേക്ക്. എന്താണ് ഇനി മിസ്റ്റേക്ക്? എന്താണ് അവിടെ മിസ്റ്റേക്ക് പറഞ്ഞിരിക്കുന്നത് നോക്ക്. മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക് 870 pencils for the school in packets of 110. She filled 7 packets of 100 and 8 packets of 10. How many did she pack in all? How many more are there to be packed? എന്താണ് മിൻഹ എന്താണ് 870 പെൻസിൽ എന്താക്കിയ സ്കൂൾക്ക് വേണ്ടിയിട്ട് പാക്കറ്റ് ചെയ്ത് അല്ലേ. 100 and 10 എത്ര? പിന്നെ 100ന്റെ പാക്കറ്റും 10ന്റെ പാക്കറ്റ് ആണ് അല്ലേ. ഷീ ഫിൽഡ് 7 പാക്കറ്റ്. 7 പാക്കറ്റ് പറയുമ്പോൾ 7 × എന്താ 700 അല്ലേ. 7 പാക്കറ്റ് ഉണ്ടാകുമ്പോൾ എത്ര പെൻസിൽ ഉണ്ട്? 7 പാക്കറ്റ്സ് ഓഫ് 100 എന്ന് പറയുമ്പോൾ 700 അല്ലേ. 8 പാക്കറ്റ്സ് ഓഫ് 10 എന്ന് പറയുമ്പോൾ 80 അല്ലേ. അപ്പോൾ എത്രയായി? 780 പെൻസിലാണ് അവളെ കയ്യിലുള്ളത് അല്ലേ. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ഓൾ? എങ്ങനെയാണ് അവളെല്ലാം കൂടി പാക്ക് ചെയ്ത്? ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ്? ഇനി എത്ര കൂടുതൽ പാക്ക് ചെയ്യണം? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലായത്? എന്താണ് മൊത്തം എത്ര സ്കൂൾക്ക് പെൻസിൽ വേണം? 870 അല്ലേ. പിന്നെയോ ഒന്നില് എന്താ 7 പാക്കറ്റ്സ് ഓഫ് 100 ആണ് അല്ലേ. അപ്പോൾ 700. പിന്നെയോ 8 പാക്കറ്റ്സ് ഓഫ് 10 അല്ലേ 80 അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ നമുക്ക് എന്താണ് 817 ആണ് വേണ്ടിയിരുന്നത് അല്ലേ. അപ്പോൾ 817 ആണ് എന്താക്കേണ്ടത്? നമുക്ക് വേണ്ടിയിരുന്നത് അല്ലേ. അതിൽ എന്താക്കുക? നമുക്ക് 870 ഇപ്പം 700ഉം 80 പാക്കറ്റും അല്ലേ. അപ്പോൾ 700 + 80 780 അല്ലേ. അപ്പോൾ 780 പെൻസിലാണ് അവളെ കയ്യിലുള്ളത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇനി എത്ര ബാക്കി വേണം? അപ്പോൾ എന്താണ് 870 780 കുറച്ച് എന്താ കിട്ടുക? എത്രയാണ്? 90 അല്ലേ. അപ്പോൾ 90 കിട്ടുക കേട്ടോ. ഓക്കെ. ദെൻ ഇൻഫോർമേഷൻ നീഡഡ് ടു കാൽക്കുലേറ്റ് ദ ആൻസർ എന്തൊക്കെയാണ്? വാട്ട് ഐ ഡിഡ് ആൻസർ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 90 ആണ് കിട്ടേണ്ടത് കേട്ടോ. 90 ആണ് കിട്ടേണ്ടത്. അപ്പം ഇങ്ങനെ നോക്കാം അല്ലേ. എന്താ 780നോട് 20 കൂട്ടി. അപ്പോൾ 800 കിട്ടി. 870 ആകാൻ 70 കൂട്ടണം. അതായത് 20ഉം 70ഉം കൂടി ആകെ എത്രയായി? 90 അല്ലേ. ഇനി എന്താണ്? അല്ലെങ്കിൽ വേറെ രീതി എന്താ? 870 കുറയ്ക്കണം 780 അല്ലേ. 870ൽ നിന്ന് 700 കുറച്ചാൽ ആദ്യം. അപ്പോൾ 170. ഇനി 170ൽ നിന്ന് 70 കുറച്ചപ്പോൾ 100. പിന്നെ 100ൽ നിന്ന് 10 കുറച്ചപ്പോൾ 90 അല്ലേ. 870 - 780 90 അല്ലേ. അപ്പോൾ സ്കൂളിലേക്ക് ഇനിയും 90 പെൻസിലുകൾ വേണം അല്ലേ. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് പറഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യം വരിക കേട്ടോ. അപ്പോൾ എന്താ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ. ഇവിടെ എന്താണ് 0 നിന്ന് 0 പോയാൽ എത്രയാ? 0 തന്നെ അല്ലേ. 0 നിന്ന് 0 പോയാൽ 0 അല്ലേ. 7 നിന്ന് 8 പോവോ? ഇല്ല. 7 നിന്ന് 8 പോകില്ല. 7 കൈമ വിരൽ പിടിച്ചാൽ അതിന് 8 ഉണ്ടോ? ഇല്ല. പോയി. അപ്പോൾ നമ്മൾ എന്താക്കും? ഈ അടുത്ത സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് കട ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 8 നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് കടമെടുക്കുമ്പോൾ ഇവിടെ ഈ 7ന് പകരം എന്തായി? 17 എന്നാവും. ഓക്കെ. 17 എന്നാവും. ഈ 8ന്റെ സ്ഥാനത്ത് എന്തായി? 7 എന്നായി. ഓക്കെ. 8ന്റെ സ്ഥാനത്ത് 7 ആയി. 8 എന്ന് കുറച്ച് 7 അല്ലേ.
അപ്പോൾ ഇവിടെ 8 ഇങ്ങോട്ടേക്ക് എടുത്താൽ 17. അപ്പോൾ 17 8 പോയാൽ എത്രയാ? 8 മുതൽ എണ്ണിയൊക്കെ 8 കഴിഞ്ഞിട്ട് 17 വരെ എണ്ണ 9 10 11 12 13 14 15 16 17 അല്ലേ? 9 എന്ന് എഴുതും ഇവിടെ. ഓക്കെ, അപ്പോൾ 9 അല്ലേ? 7 പോയാൽ 0 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 90 അല്ലേ? അതാണ് നമ്മുടെ ആൻസർ കിട്ടുക 90 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് വരുന്നത്? അടുത്ത് പെൻഷൻ അല്ലേ? 200 rupees to the milkman, 500 rupees to the grocery, 100 rupees to Minha to be given. എന്താണ്? 200 രൂപ മിൽക്ക്മാന് കൊടുക്കണം, 500 ഗ്രോസറിയിൽ എന്താണ് സ്റ്റേഷനറി കടയിൽ കൊടുക്കണം, 100 രൂപ മിൻഹക്കും കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ? ഹൗ മച്ച് ഇൻ ഓൾ എല്ലാം കൂടി എത്രയാണ്? 200 + 500 എത്രയാ? 200 + 500 700 അല്ലേ? 700 + 100 എത്രയാ? 800 അല്ലേ? മൊത്തം എത്രയാണ്? 800 ആണ് അല്ലേ? അപ്പം മിൻഹ പറയാണ് അല്ലേ, I will deposit the 100 rupees grandma gave me in my piggy bank അല്ലേ? പിഗ്ഗി ബാങ്ക് എന്താണ് നമ്മളെ എൻ്റെ കാശുകൊണ്ട് അച്ഛമ്മ തരുന്ന 100 rupees ഞാൻ ഇടുമെന്ന് എന്താക്കി മിൻഹ പറയാണ് അല്ലേ? അപ്പോൾ I will give you 1 rupee each day. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്താണ്? ഞാൻ നിനക്ക് ഇനി എന്നും ദിവസവും എന്താണ് ദിവസം 1 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ മിൻഹ റോട്ട് ഇൻ എ കാർഡ്. ആ മിൻഹ എന്താക്കി കാർഡിൽ എഴുതി ഹൗ മച്ച് ഷീ ഹാഡ് ഇൻ ഹെർ മണി ബോക്സ് ഈച്ച് ഡേ, ക്യാൻ യു കംപ്ലീറ്റ് ഇറ്റ്? അപ്പോൾ അവൾ അങ്ങനെയാണെങ്കിൽ മണി ബോക്സിൽ ഇടുകയാണല്ലേ? ഫസ്റ്റ് ഡേ 100 കിട്ടി, സെക്കൻഡ് ഡേ എന്തായി? അച്ഛൻ 1 രൂപ കൊടുത്തപ്പോൾ 101 ആയില്ലേ? 100 + 1 101 അല്ലേ? പിന്നെ അടുത്ത ദിവസം കൊടുത്ത അച്ഛൻ എത്രയാണ് കൊടുക്കുക? 2 രൂപ അല്ലേ? അപ്പോൾ എന്താണ് 101 + 101 അല്ലേ ഇരുന്നത് കയ്യിലുള്ളത്? 5th ഡേ അല്ലേ? സെക്കൻഡ് ഡേയിൽ എന്താ കൊടുത്തത്? അവിടെ എന്താണ് 100ഉം 5th സെക്കൻഡ് ഡേയിലാണ് 1 വന്നത് അല്ലേ? അപ്പോൾ 5th ഡേയിൽ എന്താ 4 വരിക അല്ലേ? അപ്പോൾ 100 + 4 എന്താണ് ഇവിടെ വരിക? 104 എന്ന് വരും അല്ലേ? എന്താണ് ഇവിടെ 104 വരും. ഓക്കെ, ദെൻ 5th ഡേയിൽ. ഇനി 6th ഡേയിലോ? 6th ഡേയിൽ 5 രൂപയാണ് കൊടുത്തിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ 100 + 5 105 അല്ലേ? ദെൻ 8th ഡേയിലോ 7 rupees ആയിരിക്കും. അപ്പോൾ എന്താണ് 107 അല്ലേ? ദെൻ 9th ഡേയിലോ 108 അല്ലേ? 108. ഇനി 10th ഡേയിലോ 109 അല്ലേ? പിന്നെ 11th ഡേയിൽ എത്ര വരും? 110 അല്ലേ? ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓൺ ദ 21st ഡേ? 21st ഡേയിൽ എത്ര വരും? 21st ഡേയിൽ എന്താ വരിക? 21st ഡേയിൽ എന്താ വരിക? 120 അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് 120 എഴുതാം അല്ലേ? 21st ഡേയിൽ 120 അല്ലേ? പിന്നെ ഹൗ മച്ച് ഓൺ ദ 54th ഡേ? അങ്ങനെ ആകുമ്പോൾ എത്രയാ? ഹൗ മച്ച് ഓൺ ദ 54th ഡേ? അപ്പോൾ 154 അല്ലേ? അങ്ങനെ കൊടുക്കുക. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 21st അവിടെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും, കുഴപ്പമില്ല. ഇവിടെ എന്താണ് ഒന്നെങ്കിൽ നമുക്ക് 120 കൊടുക്കുക, അല്ലെങ്കിൽ 121 കൊടുക്കുക കേട്ടോ. അവിടെ ഒരു ഫസ്റ്റ് ഡേയിൽ എന്താക്കി അവർ 100 എന്ന് കൊടുത്ത്. ഇവിടെ എന്താണ് ഫസ്റ്റ് ഡേയിൽ ഇവർ 100 എന്ന് കൊടുത്തപ്പം എന്താ സംഭവിച്ചത്? ഫസ്റ്റ് ഡേയിൽ 100, സെക്കൻഡ് ഡേയിൽ 1 ആയിപ്പോയി അല്ലേ? അങ്ങനെ ആകുമ്പോൾ കൺഫ്യൂഷൻ വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, ഇങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് മനസ്സിലാവാനുള്ള രീതിയാണ്. അപ്പോൾ 5th ഡേയിൽ നമുക്ക് 105 ആക്കാം, 6th ഡേയിൽ 106 ആക്കാം, 8th ഡേയിൽ 108 ആക്കാം, 9th ഡേയിൽ 109 ആക്കാം, 10th ഡേയിൽ 110 ആക്കാം, 11th ഡേയിൽ 111 ആക്കാം. ഓക്കെ, ദെൻ പിന്നെ ഹൗ മച്ച് ഓൺ ദ 21st ഡേ എന്ന് പറയുമ്പോൾ 21st 121 കൊടുക്കുക. പിന്നെ 54th ഡേയിൽ 154 എന്ന് കൊടുക്കുക കേട്ടോ. അത് ഈ കൺഫ്യൂഷൻ വന്ന് എന്താ ഫസ്റ്റ് ഡേയിൽ ഇവിടെ ആയിരുന്നു ഈ 1 കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൺഫ്യൂഷൻ, നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ഹെൽത്ത് സർവേ. ഇനി ഹെൽത്ത് സർവേ ഉണ്ട്. എ ഹെൽത്ത് സർവേ ഈസ് ബീങ് കണ്ടക്റ്റഡ്. ദേ വിസിറ്റ് ഹൗസസ് ഇൻ ദ ഓർഡർ ഓഫ് their numbers. They reach Minha's home and the house number is 296. മിൻഹാൻ്റെ റൂമിൽ 296 ആണ് അവരുടെ വീട്ട് നമ്പർ അല്ലേ? അങ്ങനെ ആകുമ്പോൾ the numbers of the houses they are going to visit next in the correct order. You can also color the houses. ഹൗസിന് കളർ കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ ഈ നമ്പർ ഫിനിഷ് ആക്കാനാണ്. അപ്പോൾ ഇവിടെ 295, ഇവിടെ 296, ഇവിടെ എത്രയാണ്?
297 കൊടുക്കുക കേട്ടോ. അവിടെ 297. ഓക്കെ. പിന്നെ ഇവിടെ എന്താണ് 298 കൊടുക്കുക. 298 കൊടുക്കുക. പിന്നെ ഇവിടെ 299 കൊടുക്കുക. ഓക്കെ. ഇവിടെ 299 കൊടുക്കുക. പിന്നെയോ അടുത്ത് വരുന്നത് എവിടെയാണ്? 299 അല്ലേ ഇതിന് കൊടുത്തിരിക്കുന്നത് നമ്മൾ. ഇവിടെ അപ്പം എന്ത് വരും? ഇവിടെ 300 എന്ന് കൊടുക്കുക. ഓക്കെ. ഇവിടെ 300 കൊടുക്കുക. ഇവിടെ 300 കൊടുക്കുക. 299 കഴിഞ്ഞിട്ട് 300. പിന്നെ ഇവിടെ 301 കൊടുക്കുക. ഓക്കെ. ഇവിടെ 301. ഇവിടെ 302. ഓക്കെ. ഇവിടെ 304 കൊടുക്കുക. 304. പിന്നെ ഇവിടെ 305. ഓക്കെ. ഇവിടെ 306 കൊടുക്കുക. ഓക്കെ. ഇവിടെ എന്താ 307 കൊടുക്കുക. ഇവിടെ 308 കൊടുക്കുക കേട്ടോ. ഇവിടെ 308 കൊടുക്കുക. പിന്നെ ഇവിടെ എന്ത് കൊടുക്കുക? 309 കൊടുക്കുക. 309 കൊടുക്കുക. പിന്നെ മറ്റേ വീടിന് 310 കൊടുക്കുക. ഇവിടെ അല്ലേ? ഇവിടെ മറ്റേ 310 കൊടുക്കുക. ഇവിടെ 311 കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇവിടുത്തെ 311 കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ഉണ്ട് അല്ലേ? 312 കൊടുക്കുക കേട്ടോ അവിടെ. ഇനി പ്രൈസ് ഓഫ് പെൻസിൽസ് ആണ് കേട്ടോ. പെൻസിലിന്റെ വിലകൾ എത്രയാന്നുള്ളതാണ് അല്ലേ? അതെ. Annie bought a box of pencil from the factory where Minha's father's shop. എന്താക്കി ഒരു ബോക്സ് പെൻസിൽ എന്താക്കി അനി വാങ്ങിയില്ലേ? മിൻഹാന്റെ ഫാദറിന്റെ കടയിൽ നിന്ന് അല്ലേ? ദ പ്രൈസ് ഓഫ് വാസ് ₹300. അപ്പോൾ ഒരു ബോക്സ് പെൻസിലിന് 300 ആണ്. ഇൻ വാട്ട് ഡിനോമിനേഷൻ വുഡ് ബി ഹി ഹാവ് given the following notes and coins. എന്താണ് അവന് കോയിൻസും ഇതൊക്കെ കൊടുത്തത് ഏതൊക്കെ മെത്തേഡിലായിരിക്കും 300 കിട്ടാൻ? നമുക്ക് എന്താണ് ഒരു മെത്തേഡിൽ നോക്കുകയാണെങ്കിൽ ഈ 100ഉം 200ഉം കൂടി കൂട്ടിയാൽ എന്താ 300 ആയി അല്ലേ? 100ഉം 200 പറയുന്നത് മനസ്സിലാക്കുക. ഇവിടെ ഇത് 100 + 200 അല്ലേ? 300 ആയി. പിന്നെ വേറെ ഏതാ ഒറ്റ പൈസ കൊടുക്കുന്നില്ലല്ലോ വരുന്നത്. പിന്നെ 2 പൈസയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇത് 3 100 കൊടുത്താൽ എത്രയായി? 300 ആയി അല്ലേ? പിന്നെ ഒരു 200ഉം പിന്നെ 250 കൊടുത്താൽ 300 ആയി. പിന്നെ ഒരു 100ഉം പിന്നെ 4 50 കൊടുത്താൽ 500 ആയി. അങ്ങനെ നമുക്ക് പല ടൈപ്പിൽ എന്താക്കാം ഇത് കൊടുക്കാം കേട്ടോ. ഇനി അബാക്കസ് വരയ്ക്കുക. ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ അബാക്കസ്? ഇത് അബാക്കസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് ഈച്ച് നോട്ട് എ കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൺ ടുഗദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി അല്ലേ? അപ്പോൾ 300 പറയുകയാണ് അല്ലേ? 300 ആകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? എങ്ങനെ എഴുതാം? 200 അല്ലേ? 200ഉം 90ഉം 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 100 അല്ലേ? അപ്പോൾ 2 വട്ടം ഇവിടെ വരയ്ക്കുക. അപ്പോൾ 2 വട്ടം വരയ്ക്കുക. 2 വട്ടം വരയ്ക്കുക. 1. അപ്പോൾ 200 ആയിട്ടോ. പിന്നെ 9 10 വരയ്ക്കുക. 1 2 നമ്മൾ കറക്റ്റ് വരയ്ക്കട്ടോ. 3 4 5 6 7 8 9 അല്ലേ? 9 1 2 3 4 5 6 7 8 9 അല്ലേ? 9 10 90 അല്ലേ? ഇനി 10 1 അല്ലേ? അപ്പോൾ 1 2 3 4 5 6 7 8 9 10 അല്ലേ? 10 1 വരുമ്പോൾ 90 അല്ലേ? അപ്പോൾ അതെല്ലാം കൂടി ഏതായി? 300 ആയി. 300 ആയി അല്ലേ? വട്ടങ്ങളൊക്കെ കറക്റ്റ് വരയ്ക്കണം. ടീച്ചർ ഇങ്ങനെ വരച്ചിട്ടാണ് ഇതായത് കേട്ടോ. നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ. ഇനി ഇവിടെ ഇതിന് 110 1 അല്ലേ? അബാക്കസ്. വാട്ട് ഈസ് എ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? അബാക്കസിൽ എന്തൊക്കെ കാണിക്കുന്നത്? ഇവിടെ 200 അല്ലേ? 200 ഇവിടെ 200. 10 എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? 6 മുത്തുണ്ട്. അപ്പോൾ 6 10 എത്രയാണ്? 6 മുത്തുകളുണ്ട്. അപ്പോൾ 6 മുത്തുകളിൽ ഓരോ മുത്തിനും 10 വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 6 10 പറഞ്ഞാൽ 60 അല്ലേ? അപ്പോൾ 200ഉം 200ഉം 60 എത്രയായി? 260 അല്ലേ? പിന്നെ എത്ര 1 ഉണ്ട്? 1 2 3 അല്ലേ? അപ്പോൾ 263 ആണ് ഇവിടെ വരിക കേട്ടോ. അപ്പോൾ 263 എന്ന് ഇവിടെ എഴുതുക. ഓക്കെ. 263
63. Okay, then what is the number here? ഇവിടെ എത്ര 100 ഉണ്ട്? 300 അല്ലേ? 1 ഒന്നും അല്ലേ? 10 ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് 301 കൊടുക്കാം കേട്ടോ. 301 കൊടുക്കുക. ദെൻ ഇവിടെയോ 110 അല്ലേ? ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ വുഡ് യു ലൈക്ക് ആൻഡ് റൈറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമ്പർ വെച്ചിട്ട് കേട്ടോ 121 എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താക്കുക ഇവിടെ കൊടുക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ബീഡ്സ് ടു മേക്ക് 764 ഇൻ ദിസ് പിക്ചർ. 764 ഒരു ചിത്രത്തിലേക്ക് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 764 എന്ന് പറയുന്നത് 700 ആണ് വരുന്നത്. അപ്പോൾ 700 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കുക, വട്ടങ്ങൾ എന്താക്കാം, ഇവിടെ 7 എണ്ണം കൊടുക്കുക. 1 2 3 4 5 6 7 അല്ലേ? 700 കൊടുത്ത് ഇനി എന്താ പറഞ്ഞിരിക്കുക 64 അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കുക, ഇവിടെ ഒരു 6 0 കൊടുക്കുക. 6 കൊടുക്കുക. 1 2 3 4 5 6. ഓക്കെ, 6 അല്ലേ? അപ്പോൾ 760 കഴിഞ്ഞ് 4 1 കൊടുക്കുക. 1 2 3 4. ഓക്കെ, 4 4 അല്ലേ? അപ്പോൾ 4 കൊടുക്കുക. അപ്പോൾ അത്രയായി 764 ആയിട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ അടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.